Hi everyone, this is me, Casac Benjali. ലോക്ക്ഡൌണിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൌണിലൂടെ കടന്നു പോകുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജോലിക്ക് ബിസിനസ്സിനെല്ലാം വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളുടെയും ജോലി ഓൾറെഡി പോയിട്ടുമുണ്ട്. ഒരുപാട് കണക്കുകൾ പ്രകാരം 14 കോടിയോളം ആളുകളുടെ ജോലി ഓൾറെഡി ലോക്ക്ഡൌണിൽ പോയിട്ടുണ്ട് എന്നാണ് CIMA പറയുന്നത്. അതുപോലെ തന്നെ CIIയുടെ റിപ്പോർട്ട് പ്രകാരം 30 കോടിയോളം ജനങ്ങൾക്ക് ഇന്ത്യയിൽ മാത്രം ജോലി നഷ്ടപ്പെടുമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി പ്രൊട്ടക്ട് ചെയ്യുക, ജോലി സേവ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും. ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി ജോലി പോയിട്ടില്ല, നിങ്ങളുടെ ജോലി ഉണ്ടെങ്കിൽ, നിങ്ങൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും നിങ്ങളുടെ ജോലി എങ്ങനെ സേവ് ചെയ്യാം ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡിൽ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബിസിനസ്സോ ചെറിയ ബിസിനസ്സോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുക എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇൻകം ലോസ് ഉണ്ടാകും, അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ലോസ് ഉണ്ടാകും, റെപ്യൂട്ടേഷൻ ലോസ് ഉണ്ടാകും, പിന്നെ നിങ്ങളുടെ ഫാമിലി പോലും പ്രശ്നങ്ങൾ ഉണ്ടാകും, റിലേഷൻഷിപ്പ് ലോസ് വരെ ഉണ്ടാകും, ഇമോഷണൽ ആയിട്ട് ഡൗൺ ആവാനുള്ള സാധ്യത വരെയുണ്ട്. സോ അതെല്ലാം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ പ്രിക്കോഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള ജോലിയെ സേവ് ചെയ്യുക. നിലവിലുള്ള ജോലി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പോയിന്റ് നമ്പർ 1, ടേക്ക് വർക്ക് ഫ്രം ഹോം. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല, എവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതുമല്ല. പക്ഷേ നിങ്ങൾക്ക് ഒരുപക്ഷെ ജോലി ഇല്ലാതിരിക്കുന്ന സമയമായിരിക്കാം, നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ, വർക്ക് പ്ലേസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് ജോലി ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങളുടെ ബോസുമായിട്ടോ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഇമ്മീഡിയറ്റ് മാനേജറുമായിട്ടോ മാനേജ്മെന്റുമായിട്ടോ സംസാരിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, റിക്വസ്റ്റ് ദം ടു ഗിവ് യു എ വർക്ക് ഫ്രം ഹോം. അതായത് വീട്ടിനകത്ത് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം അവരോട് ആവശ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. പോയിന്റ് നമ്പർ 2, ടേക്ക് ഇറ്റ് ഈസ് എ സീരിയസ്. പോയിന്റ് നമ്പർ 2, ടേക്ക് ഇറ്റ് ഈസ് എ സീരിയസ്. വീട്ടിൽ നിന്ന് ജോലി ചെയ്യുക എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. ലോകത്തിലെ പല കമ്പനികളും, ട്വിറ്ററും ഫേസ്ബുക്കും അതുപോലെ തന്നെ ലോകത്തിലെ എണ്ണം പറഞ്ഞ കമ്പനികളെല്ലാം അവരുടെ ലക്ഷക്കണക്കിന് എംപ്ലോയീസിന് ഓൾറെഡി വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന സ്ട്രാറ്റജിയിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. അതൊരു മോശം പരിപാടിയൊന്നുമല്ല, അല്ലെങ്കിൽ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടോ മടി കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരവുമല്ല. മറിച്ച് നമ്മളുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടും കമ്പനിയുടെ സ്റ്റെബിലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമായിട്ട് വളരെ ഗൗരവത്തോട് കൂടി തന്നെ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന സ്ട്രാറ്റജിയെ സമീപിക്കുക എന്നതാണ് രണ്ടാമത്തത്. നമ്പർ 3, ഇറ്റ്സ് വർക്ക് ഫ്രം ഹോം, നോട്ട് റിലാക്സ് ഫ്രം ഹോം. നിങ്ങളുടെ ജോലി സമയത്ത് ഒരിക്കലും തന്നെ നിങ്ങൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും ശരി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഇത് റിലാക്സേഷന് വേണ്ടിയുള്ള സമയമല്ല. ലോക്ക്ഡൌൺ പീരീഡിലൂടെ ഒരുപാട് കമ്പനികളും ഒരുപാട് സ്ഥാപനങ്ങളും എല്ലാം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ വെറുതെ സമയം കളയാതെ ടിവിയിലും യൂട്യൂബിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ വെറുതെ സമയം കളയാതെ നെറ്റ്വർക്കിങ്ങും കൂട്ടുകാരുമായിട്ടും അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ടൊക്കെ കുട്ടികളുമായിട്ട് കളിക്കുക തുടങ്ങിയ പരിപാടിയൊന്നും ചെയ്യേണ്ടതല്ല. നിങ്ങൾ വർക്കിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി തന്നെ വർക്കിംഗ് ടൈമിൽ യു ഷുഡ് ബി ഇൻ വർക്ക്. ഇറ്റ്സ് നോട്ട് എ റിലാക്സിംഗ് ടൈം, ഇറ്റ്സ് എ വർക്കിംഗ് ടൈം എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. നമ്പർ 4, ഇൻവോൾവ് ഇൻ ജോബ്. നിങ്ങൾ വീട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, വർക്ക് ഫ്രം ഹോം ആണ്, ഐ നോ ദ റിയാലിറ്റി. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ശരി, നിങ്ങളുടെ ജോലിയിൽ ഓപ്പറേഷണൽ പാർട്ടിൽ, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ, ഇങ്ങനെയുള്ള ഇൻവെന്ററി മാനേജ്മെന്റിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ ഡേ ടു ഡേ ബിസിനസ്സിനകത്ത് നിങ്ങൾ ഇൻവോൾവ് ചെയ്യേണ്ടത്, എല്ലാത്തിനകത്തും വളരെ സിൻസിയർ ആയിട്ട് തന്നെ നിങ്ങൾ വർക്ക് പ്ലേസിൽ എങ്ങനെയാണോ, വർക്ക് പ്രിമൈസിൽ എങ്ങനെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അതേ ആറ്റിറ്റ്യൂഡോട് കൂടി തന്നെ ആ വർക്കിലേക്ക് 100% ഇൻവോൾവ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനേജീരിയൽ സ്റ്റാഫുമായിട്ടും നിങ്ങളുടെ മാനേജ്മെന്റുമായിട്ടും നിങ്ങളുടെ ജൂനിയേഴ്സുമായിട്ടും നിങ്ങളുടെ പിയർ ഗ്രൂപ്പുമായിട്ടും ഒക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റ് നിങ്ങളുടെ ജോലിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്പർ 5, ഡോണ്ട് ഇഗ്നോർ മെസ്സേജസ്. ഞാൻ എൻ്റെ സ്റ്റാഫുകൾക്ക് മിക്ക ആളുകൾക്കും വർക്ക് ഫ്രം ഹോം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോം തന്നെയാണ്. പലപ്പോഴും ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട സ്റ്റാഫുകളെ പലരെയും വിളിക്കുമ്പോൾ ചില സമയത്തെങ്കിലും ആദ്യഘട്ടത്തിൽ എനിക്ക് ലഭിക്കാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ വിളിക്കുന്നത്, പക്ഷെ ആ സമയത്ത് കിട്ടില്ല. അപ്പോഴേക്കും അതിൻ്റെ റെലവൻസ് പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും വർക്ക് ഫ്രം ഹോം ആണെങ്കിലും ശരി, വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അത് ഫോൺ ചെയ്യുന്നതാണെങ്കിൽ ശരി, വാട്സപ്പ് മെസ്സേജ് ആവാം, ഇമെയിൽസ് ആകാം, വേറെ ഏതെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആകാം, നിങ്ങളുടെ തന്നെ കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോമിലെ ERPയിലോ വരുന്ന മെസ്സേജുകളാകാം, ഇൻഫർമേഷൻസ് ആകാം, എന്താണെങ്കിലും ശരി, ഡോണ്ട് ഇഗ്നോർ എനി മെസ്സേജസ്. ബിക്കോസ് ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു വിജിലന്റ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് തന്നെ വർക്കിന് വേണ്ടി ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡോണ്ട് ഇഗ്നോർ എനി മെസ്സേജ്. നിങ്ങൾ സാധാരണ രീതിയിൽ ഉള്ള ഒരു സമയത്തേക്കാൾ കൂടുതൽ ജാഗ്രതയോടുകൂടി, കൂടുതൽ ഇൻവോൾവ്മെന്റോട് കൂടി, കൂടുതൽ ഇന്റലിജന്റ് ആയിട്ട് തന്നെ വർക്കിൽ ഇരിക്കുക. കാരണം ദിസ് ഈസ് ദ ടൈം ടു
save your job. It's not easy to save your job. My dear friends, keep in mind that it's not easy to save your job. So beware of saving your job. Don't ignore any message. Number 6, involve in operations. നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ മറ്റ് ജോലിക്കാരെ പോലെ ഒരുപാട് സമയം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ വർക്ക് പ്രിമൈസസിലെ അഡ്മിനിസ്ട്രേഷൻ, കോർഡിനേഷനും അതുപോലെ തന്നെ ഓഫീസ് റിലേറ്റഡ് കാര്യങ്ങളാണ് മെയിൻലി നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ധാരാളം സമയം ഉണ്ടായിരിക്കാം. ഇങ്ങനെ ഒരു സമയത്ത് നിങ്ങൾക്ക് സമയം ബാക്കിയുണ്ട്, നിങ്ങൾക്കൊരു 4-5 മണിക്കൂറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെന്റിന് പ്രപ്പോസൽ കൊടുക്കാം. സർ, ഐ ഹാവ് 4 hours ഫ്രീ, ഐ ക്യാൻ ഡു സം എക്സ്ട്രാ വർക്ക്. നമുക്കിപ്പോൾ സെയിൽ കുറവാണല്ലോ, നമുക്കിപ്പോൾ കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട്, ബിസിനസ് കൂട്ടാൻ വേണ്ടി, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എവിടെയാണോ ആളുകളുടെ ലാക്ക് ഉള്ളത് ആ ജോലി ഞാൻ ചെയ്തോട്ടെ, എക്സ്ട്രാ ശമ്പളം ഇല്ലാതെ തന്നെ എൻ്റെ നിലവിലുള്ള ശമ്പളത്തിൽ തന്നെ ഞാൻ ചെയ്തോട്ടെ എന്നുള്ള ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി പോലും ഏറ്റെടുക്കാൻ വില്ലിംഗ് ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് ഈ സമയത്ത് അത്യാവശ്യമാണ്. അങ്ങനെ എക്സ്ട്രാ കമ്മിറ്റ്മെന്റ് എടുക്കാൻ റെഡിയാകുന്ന, പ്രതിസന്ധി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരുന്ന ഒരു എംപ്ലോയിയെയും ഒരുവിധം കഴിയുമെങ്കിൽ ഒരു സ്ഥാപനവും പറഞ്ഞയക്കില്ല. സോ ready to involve in entire operation. This is the time to involve in your job. Number 7, നിങ്ങൾ വർക്ക് ഫ്രം ഹോമിലാണുള്ളത്, നിങ്ങൾക്ക് ജോലിയുണ്ട്, സമയക്കുറവുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ this is the time, this lockdown period is the time to develop your skill. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല, എവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല. ലോകം ലോക്ക്ഡൌണിന് ശേഷം, ഈ ഒരു പ്രതിസന്ധിക്ക് ശേഷം ഡിഫറെന്റ് ആയിരിക്കും. വർക്കിംഗ് എൻവയോൺമെന്റ് ഡിഫറെന്റ് ആയിരിക്കും. കമ്പനികളുടെ സ്ട്രാറ്റജി ഡിഫറെന്റ് ആയിരിക്കും. സോ ഈ ഒരു സ്ട്രാറ്റജി ചേഞ്ചിലേക്ക്, ഒരു പുതിയ ലോകത്തേക്ക് നിങ്ങൾ എങ്ങനെയൊക്കെ ഫിറ്റ് ആക്കാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം കഴിയുമ്പോൾ, ലോക്ക്ഡൌൺ കഴിയുമ്പോൾ, വർക്ക് നോർമൽ ആകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കരിയർ ഗ്രോത്ത്, സാലറി ഹൈക്ക്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കരിയർ എക്സ്പാൻഡ് ചെയ്യാം, ഈ മേഖലയ്ക്കൊക്കെ പറ്റിയ രീതിയിൽ തന്നെയുള്ള സ്കിൽ ഡെവലപ്മെന്റിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഡിമാൻഡിങ് ആയിട്ടുള്ള സമയമാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. എന്റർടൈൻമെന്റിന് ഇഷ്ടം പോലെ സമയം കിട്ടും. സിനിമ കണ്ടിരിക്കാനും, ടിക്ടോക്കിൽ വീഡിയോ കണ്ടിരിക്കാനും, യൂട്യൂബിൽ എന്റർടൈൻമെന്റ് കണ്ടിരിക്കാനും, ചിരിക്കാനും, കളിക്കാനും എല്ലാം സമയം ഉണ്ടാവും. ഇതൊന്നും വേണ്ടെന്നല്ല, വല്ലാത്ത പ്രഷർ ഉണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ ചിരിക്കാം, പക്ഷേ ഇതൊന്നും വേണ്ടെന്നല്ല. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡെവലപ്പ് യുവർ സ്കിൽ. പല കോഴ്സുകളുണ്ട്, ഓൺലൈനിലൂടെ പല കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ നിരവധി ഓൺലൈൻ അക്കാഡമീസ് ഉണ്ട്. നമ്മൾ തന്നെ ഓൺലൈനായിട്ട് പല കോഴ്സുകളും ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് അടക്കം പഠിപ്പിക്കുന്ന കോഴ്സുകൾ നമ്മൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കോഴ്സുകൾ ഇന്ന് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇനി ഇതൊന്നും അല്ലാതെ തന്നെ യൂട്യൂബിലാണെങ്കിലും പല ഫ്രീ സെഷനുകളുണ്ട്, പല രീതിയിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട്. ഏതെങ്കിലും രീതിയിൽ strengthen yourself and develop your skill during this period to save and grow your job. Number 8, networking. Because നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ജോലി വർക്ക് പ്ലേസിലാണെങ്കിൽ നമ്മൾ നമ്മുടെ കൊളീഗ്സുമായിട്ടും നമ്മുടെ മാനേജ്മെന്റുമായിട്ടും ഒക്കെ പല രീതിയിൽ നെറ്റ്വർക്കിംഗ് ഉണ്ടാവും. നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട്, നിങ്ങളുടെ വെൻഡേഴ്സുമായിട്ട്, നിങ്ങൾ സപ്ലൈ ചെയിനുള്ള ആളുകളുമായിട്ട്, അതുപോലെ തന്നെ എവിടെയൊക്കെ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ളതും, നിങ്ങൾക്ക് ഇൻ കേസ് ഇവിടെ ജോലി പോവുകയാണെങ്കിൽ പോലും ജോലി കിട്ടാൻ സാധ്യതയുള്ളതുമായിട്ട്, കോമ്പറ്റീറ്റേഴ്സുമായിട്ടൊക്കെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കൂടെ കണ്ടെത്തിയിട്ട് പരമാവധി നെറ്റ്വർക്കിംഗ് എക്സ്പാൻഡ് ചെയ്യുക. ദിസ് ഇസ് ദ ടൈം ടു എക്സ്പാൻഡ് യുവർ നെറ്റ്വർക്ക്. Number 8, മേക്ക് ദിസ് ജോബ് സക്സസ്ഫുൾ. നിങ്ങളൊരു കാര്യം ഏൽപ്പിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഓഫീസിൽ എല്ലാ ബോസ് വന്നിട്ട് ഡയറക്റ്റ് നിങ്ങളെ തെറി പറയില്ല, ഫോണിലൂടെ മെസ്സേജിലൂടെ കിട്ടുള്ളൂ എന്ന് കരുതിയിട്ട് ജോലിയിൽ ഉപേക്ഷ വരുത്തരുത്. നിങ്ങളെ റെസ്പോൺസിബിൾ ആയിട്ട് ഏറ്റെടുക്കണം. നിങ്ങൾ ഓഫീസിൽ വന്നില്ലെങ്കിലും ശരി, വീട്ടിലിരുന്നാണെങ്കിലും പുള്ളി കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്തുള്ളത് കംപ്ലീറ്റ് ചെയ്യും. ഐ നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് കമ്മിറ്റഡ് പേഴ്സണാലിറ്റി, ഐ നീഡ് ടു പ്രൊട്ടക്ട് ഹിം എന്ന് ഒരു മാനേജ്മെന്റിന് തോന്നണമെങ്കിൽ ഫിനിഷ് യുവർ ജോബ് 100%, not 80%, not 70%, not 90%, 100% within time. So be serious about doing your job, make your job successful. Number 10, horizontal communication. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നമ്മൾ പലപ്പോഴും വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ബോസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ജൂനിയേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇത് മാത്രമല്ല ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ജോബ് നിലനിൽക്കുന്നത് പലപ്പോഴും ബോസും അതുപോലെ തന്നെ നമ്മുടെ സബോർഡിനേറ്റ്സ് മാത്രമൊന്നുമല്ല, നമ്മുടെ പിയർ ഗ്രൂപ്പ്സ്, നമ്മുടെ കൊളീഗ്സ് എന്ന് പറയുന്ന നമ്മുടെ അതേ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇവരുമായിട്ടും കണക്റ്റഡ് ആയിരിക്കുക. ഗോസിപ്പും കാര്യങ്ങളൊക്കെ പല കോർപ്പറേറ്റ് വേൾഡിലും പലപ്പോഴും ജോലി നഷ്ടപ്പെടാനും ജോലി കിട്ടാനൊക്കെ സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കണക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. Maintain your connection with the entire group of your organization. Number 11, be flexible. ഇതൊരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതൊരു ഓഫീസിൽ പോകുന്നു, വർക്ക് ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്നു. പല രീതിയിലുള്ള ചേഞ്ചുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റ് ഡിമാൻഡ് പലതും ചേഞ്ച് വരുന്നു. അതുപോലെ തന്നെ സാലറിയിൽ ചിലപ്പോൾ കുറവ് വരാം, സാലറി കുറയ്ക്കേണ്ട സാഹചര്യം വരാം. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ചേഞ്ചസുകളും നമുക്ക് വരാം, എക്സ്പെക്ട് ചെയ്യാം. ഈ സമയത്ത് ബി റെഡി
ടു ബി എ ഫ്ലെക്സിബിൾ പേഴ്സണാലിറ്റി. ഈ സമയത്ത് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. മാറുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മുടെ കോമ്പിറ്റൻസി കുറയാതെ, നമ്മുടെ മൈൻഡ് സെറ്റ് കുറയാതെ, നമ്മുടെ മോട്ടിവേഷൻ കുറയാതെ, നമ്മുടെ എനർജി കുറയാതെ, നമ്മുടെ റിസൾട്ട് ക്വാളിറ്റി കുറയാതെ തന്നെ ഫ്ലെക്സിബിൾ ആയിക്കൊണ്ട് എവിടെ ഇരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ഞാനെന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന റിസൾട്ട് 100% ആയിരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോട് കൂടി തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിലവിൽ ഇപ്പോൾ ഉള്ള ജോലിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു കമ്മിറ്റ്മെന്റ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രത്യേകിച്ച് വൈറ്റ് കോളർ സെഗ്മെന്റിലുള്ള ജോലികളെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജോലിയൊക്കെ സേഫ് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും. ഞാൻ കസാക് ബെഞ്ചാലി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കണം തോന്നുമെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, വാട്സപ്പിലെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഒരുപാട് ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരമാകും. അതുപോലെ തന്നെ നിങ്ങൾ ഓൺട്രപ്രണർ ആണെങ്കിൽ, ബിസിനസ് മോട്ടിവേഷൻ ഒക്കെ വേണമെങ്കിൽ, ബിസിനസ് സ്ട്രാറ്റജിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ, ലോക്ക്ഡൗണിന് ശേഷമുള്ള ബിസിനസ് ബൂം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, ബിസിനസ് ബൂം എന്ന് പറഞ്ഞുകൊണ്ടുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന ഓൺട്രപ്രണറിയൽ കോഴ്സാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനുള്ള കോഴ്സുകൾ, ഡിഫറെൻറ്റ് കോഴ്സുകൾ, സെൽഫ് മാസ്റ്ററി, മൈൻഡ് സെറ്റിനെ മാറ്റാനുള്ള, സക്സസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള പല കോഴ്സുകളും വളരെ കുറഞ്ഞ ഫീസോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ വെൽക്കം all of you guys. Thank you so much. This is me, Casac Benjali, business coach and motivation speaker.